അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരാണ് ഓൺലൈനായിട്ട് വർക്ക് ചെയ്തിട്ട് മന്ത്ലി 20,000 30,000 രൂപയൊക്കെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ജോബുള്ള സൈറ്റുകൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന സൈറ്റിലാണെങ്കിൽ ഒരുപാട് വർക്ക്സ് അവൈലബിൾ ആണ്. ഡേറ്റ എൻട്രി ജോബ്സ് ഉണ്ട്, റൈറ്റിംഗ് ജോബ്സ് ഉണ്ട്, ഡിസൈനിങ് ജോബ്സ് ഉണ്ട്. അങ്ങനെ ഏത് ജോബ് വേണേലും നമുക്ക് ചെയ്തിട്ട് മന്ത്ലി നല്ലൊരു എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ സൈറ്റിൽ 1-2 പേരല്ല 10,000-ൽ മേലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ നല്ല ഹ്യൂജ് എമൗണ്ട് വിഡ്രോവൽ ചെയ്തതുമാണ്. അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഗൂഗിളിലും ട്രസ്റ്റ്പാഡിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വിശ്വസനീയമായി തോന്നുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സൈനപ്പ് ചെയ്യാവുള്ളൂ, വർക്ക് ചെയ്യാവുള്ളൂ. പിന്നെ ഈ ഒരു സൈറ്റ് എന്നല്ല ഏതൊരു സൈറ്റിലാണെങ്കിലും നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെൻറ്റോ ഇല്ല, ടോട്ടലി ഫ്രീ ആണ്. പിന്നെ ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയോ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സൈറ്റിൽ സ്പാം ആയിരിക്കും, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് വർക്ക് കിട്ടുക, എപ്പോഴൊക്കെ വിഡ്രോവൽ ചെയ്യാം, എത്ര രൂപ വിഡ്രോവൽ ചെയ്യാം എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഫ്രീലാൻസർ എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു സൈറ്റാണ്. നിങ്ങളിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു സൈറ്റായിരിക്കും. കാരണം ഓൺലൈൻ ജോബിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ആദ്യമേ കാണുന്ന ഒരു സൈറ്റാണ് ഫ്രീലാൻസർ. പക്ഷേ ഇതിനെപ്പറ്റി എത്ര പേർക്ക് അറിയാം, എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് കിട്ടുക എന്നതിനെ പറ്റിയൊക്കെ എത്ര പേർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകാം. അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതെനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയല്ല. ചിലപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, അവർ പറയാത്ത ചില പോയിൻറ്റ്സ് ചിലപ്പം എൻ്റെ വീഡിയോക്കകത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാവുമല്ലോ. അപ്പം ജസ്റ്റ് വാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, നോ പ്രോബ്ലം. അപ്പം നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പം ഈ ഒരു സൈറ്റ് ഫ്രീലാൻസർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഫ്രീലാൻസർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന ആദ്യത്തെ സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് നോക്കാം എന്തൊക്കെ ജോബുകളാണ് അവൈലബിൾ, ഈ സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നോക്കാം. അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യം കാണുന്നത് ഒരു ഫ്രീലാൻസർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഫ്രീലാൻസറിനെ വേണ്ടുന്നവരുടെ ഡീറ്റെയിൽസാണ് ഇവർ ആദ്യമേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഓരോ കമ്പനികൾക്ക് വർക്ക് ചെയ്യാൻ ആളെ വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെയാണ് ആദ്യമേ ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഫ്രീലാൻസർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങളിത് താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഫ്രീലാൻസർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ജോബുകളാണ്, ഏതൊക്കെ കാറ്റഗറീസാണ് നമ്മൾ വർക്കുള്ളതെന്ന്. ഒന്ന് വെബ്സൈറ്റ് ഡിസൈനിങ്, ആപ്സ്, പിന്നെ റിസർച്ച് റൈറ്റിങ്, ആർട്ടിക്കൽ റൈറ്റിങ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരുപാട് ജോബ്സൊക്കെ ഉണ്ട്. ഇതല്ലാതെ ഡേറ്റ എൻട്രി ജോബ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് പാർട്ട് ടൈമായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വർക്ക് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന് നമ്മൾ സിമ്പിളായിട്ടുള്ള 2-3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, നമ്മൾ ഇവരുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യണം. പിന്നെ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഓരോ വർക്കും നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവർക്ക് ബിഡ് സമർപ്പിക്കണം. ആ ബിഡിൻ്റെ ബേസിലായിരിക്കും നമുക്ക് വർക്ക് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ബിഡ് സമർപ്പിക്കേണ്ടത്, ഏതൊക്കെ രീതിയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനടുത്ത് ഈ 3 ലൈൻ കിടക്കുന്നുണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഫൈൻഡ് ഫീച്ചേഴ്സ് ഒരു ജോബ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. ഇവിടെ നമുക്ക് ഫൈൻഡ് ജോബ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ
ബൈ സ്കില്ല് ബൈ ലാംഗ്വേജസ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൻ്റെ ബേസിൽ ഉള്ള ജോബ് വേണോ അതോ സ്കില്ലിൻ്റെ ബേസിലുള്ളത് വേണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്കില്ല് ജസ്റ്റ് തിരഞ്ഞെടുക്കുക. അതിനകത്ത് ഫൈൻഡ് ഡേറ്റ എൻട്രി ജോബുണ്ട്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ജോബുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ജോബ്, പിന്നെ എന്താണ് വെബ്സൈറ്റ് ജോബ്, മൊബൈൽ ആപ്പ് ഡെവലപ്പ് ജോബ്, അങ്ങനെ ഒരുപാട് ജോബുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ റൈറ്റിംഗ് ജോബാണ് അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ജോബാണ് നോക്കുന്നതെങ്കിൽ സ്കിൽ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഡേറ്റ എൻട്രി ജോബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരുപാട് എന്താണ് റിമോട്ട് ജോബുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എന്താണ് ഡേറ്റ എൻട്രി ജോബ്സുകളാണ്. അപ്പോൾ ഇത് എന്താണ് ഓരോ ടൈമുണ്ട്, ഇത്ര ദിവസം എന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ ജോബിനും അവർ അതിൻ്റേതായ എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ എങ്ങനെയാണ് ബിഡ് സമർപ്പിക്കേണ്ടതെന്നുള്ളത്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു എന്താണ് ജോബിൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ജോബിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ റിമോട്ട് റെസിഡൻ്റൽ എന്താണ് പ്രോപ്പർട്ടി മാനേജർ എന്നല്ല, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനൊരു വിൻഡോ വരും. ഇവിടെ നമുക്ക് എന്താണ് ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണാം. എന്തൊക്കെ സ്കില്ല് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത് എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബിഡ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മെയിൽ അഡ്രസ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ മെയിൽ ID കൊടുക്കാം. ബിഡ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് $50. അപ്പം നമുക്കിവിടെ ബിഡ് ഓൺ ദ പ്രോജക്റ്റ് ഉള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ബിഡ് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ബിഡ് സമർപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മൾ അതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഓരോരുത്തരും ബിഡ് സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഐഡിയ തോന്നും. കണ്ടോ ഇപ്പോൾ ഇവർ ബിഡ് സമർപ്പിച്ചിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ്, $12 കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏകദേശം അതിനുമായിട്ട് നിൽക്കത്തക്ക രീതിയിൽ എന്ത് സമർപ്പിക്കുക, ബിഡ് സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ എന്ത് വേണം, ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. ആ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. അപ്പം ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണം, സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഇതല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് കണ്ടില്ലേ, ഹിയർ എ ഫ്രീലാൻസർ ഏൺ മണി ഫോർ ഫ്രീലാൻസിങ് എന്നുള്ളത്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലേക്ക് വരാവുന്നതാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്താണ് സൈനപ്പ് ഓപ്ഷനുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. നിങ്ങൾക്കൊന്നെങ്കിൽ Google ID വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, സൈനപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ പേര്, ഇമെയിൽ ID, പാസ്വേഡ്, ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി കൊടുത്തിട്ട് ജോബ് അല്ലെങ്കിൽ ജോയിൻ ഫ്രീലാൻസർ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പറ്റും, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളിവിടെ ഹിയർ ഈ ഫ്രീലാൻസർ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാരുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, വ്യൂ പ്രൊഫൈൽ കൊടുക്കുക. കണ്ടോ ഇവരുടെ പ്രൊഫൈൽ എങ്ങനെ കിടക്കുന്നതെന്ന് നോക്കിക്കേ. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ ഈ ഒരു എന്താണ് എക്സാമ്പിളായിട്ട് ഇത് ജസ്റ്റ് നിങ്ങൾ ഇവരുടെ പ്രൊഫൈൽ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടാൽ നമ്മൾ എന്താണ് അങ്ങോട്ട് ബിഡ് സമർപ്പിക്കുമ്പോൾ അവർക്കത് സ്വീകരിക്കാനായിട്ട് തോന്നണം. ആ രീതിയിൽ വേണം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഒന്നും കൂടി പറയാം. ആദ്യമേ നമ്മൾ സൈനപ്പ് ചെയ്യുക, അതിനുശേഷം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ബിഡ് സമർപ്പിക്കുക. നമ്മുടെ ബിഡ് സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്രൊഫൈലൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മളെ മെയിൽ ത്രൂ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ബിഡ് സമർപ്പിക്കുമ്പോൾ എത്ര എമൗണ്ട് ആണോ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യുക, നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.